കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമേറിയ ഈ പ്രഭാതത്തിൻ്റെ ഈ വേളയിൽ നിങ്ങളുമായി ഒരുമിച്ച് വീണ്ടും പ്രഭാത ചിന്തയുടെ ആ വചനങ്ങൾ പങ്കിടുവാൻ സർവകൃപാലുവായ ദൈവത്താൽ ഒരുക്കപ്പെട്ട നല്ല സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ വിധങ്ങളെ ഓർത്ത് ഈ പ്രഭാതത്തിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവ് നമുക്ക് കൃപ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ 1000 ആണ്ട് വാഴ്ചയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു, പ്രവേശിക്കുകയാണ്. 1000 ആണ്ട് വാഴ്ചയുടെ പ്രഥമ കാര്യങ്ങളിൽ നിന്നും വളരെ കാതം നമ്മൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും ചില ദിവസങ്ങൾ കൊണ്ട് ഈ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചുള്ള ഈ പഠന പരമ്പര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അറിയപ്പെടേണ്ടതും നമുക്കറിഞ്ഞിരിക്കേണ്ടതുമായ കാര്യങ്ങൾ പ്രസ്താവിക്കപ്പെടുകയുണ്ടായി. എന്നാൽ എല്ലാ എക്സ്പ്ലനേഷൻസ്, അതിൻ്റെ ഡീറ്റെയിലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ നമുക്ക് കഴിയുന്നതല്ല. ആകയാൽ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ മാന്യമിത്രങ്ങളും അത് വളരെ അനുഗ്രഹമാക്കി തീർത്തു എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം. കർത്താവായ യേശുക്രിസ്തു നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ചിന്താവിഷയത്തിൽ ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് 1000 ആണ്ട് വാഴ്ചയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം കുഞ്ഞാടും ചെന്നായും ഒരുമിച്ച് മേയും എന്നുള്ളതാണ്. അക്ഷരാർത്ഥത്തിൽ ഈ കുഞ്ഞാടും ചെന്നായും എന്ന് പറയുന്നത് മൃഗങ്ങളെയാണോ എന്ന് ഒരു ചോദ്യം എൻ്റെ അടുക്കൽ വരുവാനിടയായി. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. ബൈബിളിലെ ചില പദങ്ങൾ അത് ആലങ്കാരികമായി രേഖപ്പെടുത്തിയിരിക്കുന്ന പദങ്ങളാണ്. അതിന് ലിറ്ററലായിട്ടുള്ള ഒരു മീനിങ് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ തന്നെ പല പദങ്ങളുടെയും ആത്മീയ അർത്ഥത്തിലാണ് നാം അത് വിചിന്തനം ചെയ്യേണ്ടത്. കാരണം ഇത് പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട ഒന്നായതുകൊണ്ട് വേദപുസ്തകത്തിൻ്റെ വ്യാഖ്യാനം നാം പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് മാത്രമേ നടത്താവൂ. ഇല്ല എങ്കിൽ പല ദുർവ്യാഖ്യാനങ്ങളിലേക്കും ഞാനും നിങ്ങളും വഴുതി വീഴും. ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം കുഞ്ഞാടും ചെന്നായും എന്നുള്ള വിഷയമാണ്. 1000 ആണ്ട് വാഴ്ചയിൽ ഇവിടെ സിംഹങ്ങളോ, ഇവിടെ കുഞ്ഞാടുകളോ, ഇവിടെ ചെന്നായ്ക്കളോ, ഇവിടെ മറ്റു മൃഗസമ്പത്തുകളൊന്നും ഇവിടെ കാണുന്നതല്ല. കാരണം ഇത് രേഖപ്പെടുത്തുന്നത് മനുഷ്യൻ്റെ സ്വഭാവങ്ങളെക്കുറിച്ചാണ്. അതിനെന്താണ് തെളിവ് എന്ന് നിങ്ങൾക്കൊരു ചോദ്യമുണ്ടാകാം. ആ ചോദ്യത്തിന് ഉത്തരം ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോയെങ്കിൽ മാത്രമേ നമുക്ക് ലഭ്യമാകുകയുള്ളൂ. നമുക്കറിയാം, യാക്കോബിന് 13 മക്കളാണ്. അതിൽ 12 ആൺമക്കളും ഒരു പെൺകുട്ടിയുമാണ്. ഈ 12 ആൺമക്കളുടെ സ്വഭാവത്തെ വിശേഷിപ്പിക്കുന്ന ഒരു നല്ല വാക്കുകൾ യാക്കോബ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യാക്കോബ് തൻ്റെ 12 ആൺമക്കളെ അടുക്കൽ വിളിച്ച് അനുഗ്രഹിച്ചും ശപിച്ചും ഇരിക്കുമ്പോൾ അവരുടെ പേരിൻ്റെ അർത്ഥവും കൂടെ യാക്കോബ് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അതിൽ ചിലരെ യാക്കോബ് വിശേഷിപ്പിക്കുന്നത് കടിച്ചു കീറുന്ന ചെന്നായി, അസ്ഥിബലമുള്ള കഴുത, സിംഹം, കരടി, സർപ്പം, ഇങ്ങനെ വ്യത്യസ്തമായ ജീവികളുടെ, മൃഗങ്ങളുടെ പേരുകൾ ഇവരോടുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തുന്നത് കാണുവാൻ കഴിയും. അവർ കഴുതയായിട്ടോ, അവർ സിംഹമായിട്ടോ, അവർ പുലിയായിട്ടോ കരടിയായിട്ടോ അല്ല, മറിച്ച്
അവരുടെ സ്വഭാവ സവിശേഷതകളിൽ പലപ്പോഴും ഇത്യാദി കാര്യങ്ങൾ കാണുവാൻ കഴിയുന്നു. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ സ്വഭാവമുള്ള ദാന്, അതുപോലെ തന്നെ ആശേർ, അതുപോലെ തന്നെ യഹൂദ എന്ന് വേണ്ട ആ മക്കൾ അവർ കൊടുത്തിരിക്കുന്ന പദങ്ങൾ അതിനനുസരിച്ചാണ് എന്നതുപോലെയാണ് 1000 ആണ്ട് വാഴ്ചയും. വ്യത്യസ്ത സ്വഭാവമുള്ളവർ ഒരുമിച്ച് വാഴുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ ഈ വ്യത്യസ്ത സ്വഭാവമുള്ളവർക്ക് അവരുടെ ആ സ്വഭാവം എടുക്കുവാൻ കഴിയുന്നതല്ല. കാരണം ഇവിടുത്തെ 1000 ആണ്ട് വാഴ്ചയുടെ പൂർണ്ണ ഉത്തരവാദിത്വവും അതിൻ്റെ കൺട്രോൾ കംപ്ലീറ്റ് നസറേനായ യേശു ക്രിസ്തുവിലാണ്. അതുകൊണ്ട് ചെന്നായിക്കൊരിക്കലും ചെന്നായിയുടെ സ്വഭാവം എടുക്കുവാൻ സാധ്യമല്ലവയല്ല. ആ കണക്കിനാണെങ്കിൽ ഇവിടെ ചെന്നായും സിംഹവും കരടിയും പുലിയുമൊക്കെ അവരുടെ സ്വഭാവ രീതികളല്ല, മറിച്ച് 1000 ആണ്ട് വാഴ്ചയ്ക്ക് ഉൾക്കൊള്ളുന്ന ഒരു സ്വഭാവ രീതിയായിരിക്കും അന്നവിടെ ഉണ്ടാകുക. എന്താണ് ആ സ്വഭാവത്തിൻ്റെ പ്രത്യേകത? നേരത്തെ പല ആവർത്തി ഓർപ്പിച്ചിട്ടുള്ള കാര്യമാണെങ്കിലും ഒന്നും കൂടെ ഓർപ്പിക്കാം. സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും ദയയും പരോപകാരവും വിശ്വസ്തതയും സൗമ്യതയും ഇന്ദിരജയവും കൊണ്ട് നടമാടുന്ന ഒരു ലോകമായിരിക്കും 1000 ആണ്ട് വാഴ്ചയുടെ കാലഘട്ടം എന്ന് പറയുന്നു. അതുകൊണ്ട് അവിടെ അനീതിക്കോ അക്രമത്തിനോ സ്നേഹമില്ലായ്മയ്ക്കോ കടിച്ചു കീറുന്ന സ്വഭാവങ്ങൾക്കോ ഒന്നും അവിടെ പ്രവേശനം ഇല്ലവേ ഇല്ല. ആകയാൽ ഈ പ്രഭാതത്തിൽ ദൈവകരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കാം, കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, മനോഹരമായ നല്ല സമയത്തിനായി സ്തോത്രം. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, വലിയ അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ നിസ്തുല്യമേറിയ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോ സാമുവേൽ.